എടാ ഹരിയെ എടാ ഈ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നു പറയുന്നത് സത്യമാണോ? ഏയ് അതൊക്കെ പണ്ടാരാണ്ട് തള്ളി വിടണതാണ്. അല്ലെങ്കിൽ ഞാനെന്തോ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. എടാ അല്ലടാ സത്യമാണ്. എങ്ങനെ? ഇല്ലെങ്കിൽ എനിക്കങ്ങനെ സംഭവിക്കില്ലല്ലോ. എന്ത്? എടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതിപ്പോൾ ഞാനും കാണാറുണ്ട്. എടാ നീ കാണുന്ന പോലെ സ്വപ്നമല്ല. പിന്നെ എടാ ഞാൻ കണ്ട സ്വപ്നത്തിൽ പെണ്ണ് എനിക്കൊരു നമ്പർ തന്നു. വല്ല റോങ് നമ്പറായിരിക്കും. എടാ അല്ലടാ, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, അപ്പോൾ ഫോൺ എടുത്തു. അത് വല്ല കസ്റ്റമർ കെയർ ആയിരിക്കും. എടാ അല്ലടാ സത്യം. എടാ നമ്മുടെയൊക്കെ ആക്രമണം കാരണം നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് സ്വപ്നത്തിൽ കൂടെ വരെ പണി നമുക്ക് വരും. നീ വെറുതെ വള്ളി പിടിക്കാൻ നിൽക്കില്ല കേട്ടാ. എടാ ഇതങ്ങനെയല്ല. പിന്നെ സ്വപ്നത്തിൽ കൂടെ കണി കണ്ടപ്പോൾ പിള്ളേർ എനിക്ക് ഫോൺ നമ്പർ തരല്ലേ? എനിക്കൊന്നും ആരും തരാറില്ല. അതിന് നീ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ട്, പക്ഷെ എല്ലാവരും അപരിചിതരായിരിക്കും. അവരാണ് എനിക്ക് ഫോൺ നമ്പറും തരാറില്ല. അതാരാന്ന് എനിക്ക് മനസ്സിലായി. എടാ ഇതങ്ങനെയല്ല, എനിക്ക് അവളുടെ പേരറിയാം, നദി. ഞാൻ അവളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ പേര് ഇത് തന്നെയായിരുന്നു. ഓക്കെ, എന്നിട്ട് അവളെന്ത് പറഞ്ഞു? എന്നിട്ട് അവളെന്താ പറയാ, ഞാൻ പെട്ടെന്ന് ഫോൺ കിട്ടിയത്. നീ ആയിരിക്കില്ല, അവളായിരിക്കും. അല്ലടാ, എനിക്ക് പെട്ടെന്നുള്ള ഷോക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അറിയാണ്ട് ഫോണിൽ കട്ടിയത്. വിശ്വസിച്ചു. എടാ ഞാൻ സ്വപ്നത്തിൽ ബൈക്കിൽ അവളൊരു സ്ഥലം വരെ കൊണ്ടാക്കി. കൊരട്ടി എന്ന സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. കൊരട്ടിയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അവിടെ അടുത്തായിരിക്കും അവളുടെ വീട്. എനിക്ക് അവിടെ നിന്ന് കാണണം. ഞാൻ സ്വപ്നത്തിൽ കണ്ട സത്യമാണോ എനിക്കൊന്ന് അറിയണം. സ്വപ്നത്തിൽ നിന്നും കൂടി ഇനി അടിയിട്ടാനുള്ളൂ. അപ്പം അതിനും കൂടിയുള്ള വഴി. അവിടെ നിർത്തി. എടാ ഇതെൻ്റെ സ്ഥലം. ഞാൻ അവളെ സ്വപ്നത്തിൽ ഇവിടെ തന്നെ ഇറക്കി വിടുക. ഇതൊക്കെ സത്യമാണോ അവിടെ? അവിടെ നിനക്ക് തന്നെ വിശ്വാസമായില്ലേ? നീ അവളുടെ വീട് എവിടെയാന്ന് പറയും. അവളെ കണ്ടിട്ടാവാൻ വിശ്വാസമായില്ല എന്നുള്ളത്. ഈ അല്ലെങ്കിൽ എപ്പോഴാണ് എന്നെ വിശ്വസിക്കാറുള്ളത്? തേങ്ങ. അവിടെ ആ വഴിക്ക് അവള് വീടെന്ന് പറഞ്ഞവളുടെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ. എന്നിട്ട് അവളുടെ പേര് പറഞ്ഞേ? നദിയെ. അവളൊക്കെ ഒഴുകി പോയിണ്ടാവും വേറൊരു സമയം മെനക്കെടുത്താനായിട്ട്. എവിടത്? കുറെ നേരായി. ഇവിടെ തന്നെയാണ് അവള് പറഞ്ഞേ. ഇതിപ്പോൾ ഏതാന്ന് ചോദിച്ചിട്ട് കുറേ വീടുണ്ട് ഇവിടെ. എനിക്ക് അവളെ വീട്ടിൽ കൊണ്ടു കരുന്നില്ലേ പുല്ല്. അവിടെ അത്രയ്ക്ക് ഞാൻ ആലോചിച്ചില്ലടാ. സ്വപ്നല്ലേ? ദേ ഒരു പെണ്ണ് വരുന്നേ. ഇനി അവളാണോ നദി? അതെങ്ങനെ നദി? നിനക്ക് ഇങ്ങനെ മനസ്സിലായേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവിടെ നീ ഒരു കാര്യം ചെയ്ത് നീ കൊടുക്ക്, ഞാൻ സംസാരിച്ചിട്ടാ. അല്ല ഞാൻ നദിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാനത് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ സർപ്രൈസ്ഡായി പോയി. അതാണ് ഞാൻ ഫോൺ കിട്ടിയത്. ഞാൻ തന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിലാ? ഓരോരോ നമ്പറായിട്ട് ഇറങ്ങിയേക്കാണല്ലേ. ഇതല്ല എൻ്റെ നമ്പർ. എൻ്റെ നമ്പർ എങ്ങനെയാട്ടേ? താനല്ലേ എനിക്ക് തന്നത്. ഞാനാ? താനല്ലേ പറഞ്ഞേ കാണാമെന്നൊന്നും വിളിച്ചാൽ മതി. അതാ ഞാൻ കാണാമെന്ന്. ചേട്ടൊന്ന് പോയേ. ഇനി ഇവിടെ നിന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന പലതും കാണേണ്ടി വരും. അതിനെനിക്ക് കുഴപ്പമില്ലെങ്കിലോ? വെറുതെ ഡയലോഗ് അടിക്കണ്ട, ഇടി കെട്ടി നാറും. ആ നറിയുന്ന സഹിച്ചോളാം. അതിൽ നിന്ന് അധികം കുളിച്ച് തീരാവുന്നുള്ളൂ. കണ്ണുകൊണ്ടു കണ്ണെറിഞ്ഞു നീ, കൊല്ലാതെ കൊല്ലാതെടി, രണ്ടു വരി മൂളി മൂളി നീ, തൊട്ടുരുവി പോകാതെടി, നീ മുന്നിൽ വന്നു നിന്നാലേ നെഞ്ചിനുള്ളിൽ തീയാണേ, കണ്ണും കണ്ണും ഇടയുമ്പോൾ ആവണിക്കാറ്റ് ഈരൻ മണ്ണിൽ വിരിയും ഒരു കണ്ണാടിപ്പൂ പോലെ ഇന്നെൻ്റെ ഉള്ളിനുള്ളിൽ നീ പൂവിടും ഉയിരേ. കണ്ണുകൊണ്ടു കണ്ണെറിഞ്ഞു നീ.